നിന്നെ ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന കാര്യമല്ലേ നിനക്കറിയേണ്ടത്? അത് പറയാം. ഇവിടെ ഈ രാത്രി ഈ ശുഭമുഹൂർത്തത്തില് നിന്റെ കല്യാണമാണ് കുട്ടി. നിന്റെ അനിയന് തുല്യനായ നിന്റെ സഹോദരനെ പോലുള്ള ഈ ചെക്കനെയും നിന്റെ പൂർവ കാമുകനെയും സാക്ഷി നിർത്തി ഈ നിൽക്കുന്ന എന്റെ മരുമകൻ ഗഗൻ നിന്റെ കഴുത്തിൽ ഇന്ന് രാത്രി താലി കെട്ടും. കേട്ടോടി? ഇത്രയൊക്കെ ആയിട്ട് അവളുടെ വാശി കണ്ടില്ലേ? മൂകാംബികമ്മയുടെ മുന്നിൽ വെച്ച് വേണം പോലും താലി കെട്ട്. എടി എടി കൊച്ചേ, മര്യാദക്ക് നീ പറയുന്നത് അനുസരിച്ചോളണം. ഇല്ലെങ്കിലേ നിന്റെ പ്രിയപ്പെട്ടവരെ കൊന്നുകളയും ഞാൻ. ഉദ്ദേശിച്ച കാര്യം നടത്തിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ ഈ ഉഗ്രസേന ഘോരം മടിക്കില്ല. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഈ മംഗളകർമ്മത്തിന് ജീവനോടെ സാക്ഷിയാവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ. നീ സമ്മതിച്ചില്ലെങ്കിൽ പോകുന്നത് നിന്റെ കഴുത്തായിരിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ കഴുത്തിന് മുകളിൽ തലയുണ്ടാവില്ല. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് നീ അനുസരിച്ചോളണം. ഇല്ലെങ്കിൽ മഹാദേവ, എന്താ ഇങ്ങനെ? ഈ നിർണായക നിമിഷത്തിൽ നമ്മൾ അശക്തരായി മാറുകയാണോ? ഞാൻ പറഞ്ഞല്ലോ ദേവി, കടുത്ത ആഭിചാര ക്രിയകൾ കൊണ്ട് നമ്മളെ അകറ്റി നിർത്തിയിരിക്കുകയാണ് ഘോര. ദൈവികമായ ശക്തിക്കുമേൽ അയാൾ ദുഷ്കർമ്മികളായ കിങ്കരവലയത്തെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ കാബാലിക കൂട്ടങ്ങൾ നമ്മുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ സംഹാരമൂർത്തിയെ അങ്ങേക്ക് കഴിയില്ലേ? ഏത് വിധേനയും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഭക്തരെ രക്ഷിച്ചെടുത്തേ പറ്റൂ. ആശങ്ക വേണ്ട ദേവി, അതിനുള്ള വഴി തെളിയുന്നുണ്ട്. നാളെ ദേവി സന്നിധിയിൽ വെച്ച് ദേവൂട്ടിയുടെ മാംഗല്യം നടന്നില്ലെങ്കിൽ പിന്നെ അവൾക്ക് അതിനുള്ള യോഗം ഉണ്ടാവില്ല. അതാണ് എന്നെ ആശങ്കപ്പെടുത്തുന്നത്. സന്ദീപേട്ടാ, ഇവളുടെ എതിർപ്പ് നീ കാര്യമാക്കണ്ട. വേഗം അവളുടെ കരുത്തിൽ താലി കെട്ടും വരുമോനെ.